ഗാസയിൽ കടന്നുകയറി വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെതിരെ ലോകത്തിലെ വിവിധ മുസ്ലിം സൈനിക ശക്തികൾ ഒരുമിക്കുന്നു. ലോകത്തിലെ മുസ്ലിം സൈനിക ശക്തികൾ ഒരുമിക്കുമ്പോൾ അത് ഒരു വലിയ പോരാട്ടമായി മാറുന്നു. ഇസ്രായേലിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദനയായിരിക്കുന്നത് ഹിസ്ബുള്ളയാണ്. ലബണൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക്, നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരം മിസൈലുകൾ അയക്കുന്നു ഹിസ്ബുള്ള. ഹ്രസ്വദൂര മിസൈലുകളാണ് അവർ അയക്കുന്നത്. ആ ഹ്രസ്വദൂര മിസൈലുകൾ ഇസ്രായേലിൻ്റെ ആയുധപ്പുരകൾ തകർത്തു. ഇസ്രായേലിൻ്റെ സൈനിക വൃന്ദത്തെ പല വിധത്തിലായി വിഭജിച്ചു. ഹിസ്ബുള്ള നിറഞ്ഞ് ആടുകയാണ് ഇപ്പോൾ. ഹിസ്ബുള്ളയുടെ നിറഞ്ഞാട്ടത്തെ പ്രതിരോധിക്കാനായി ഇസ്രായേലും തയ്യാറെടുത്തിരിക്കുന്നു. ലബണനെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്ന പേരിൽ ലബണനിലേക്ക് സൈന്യത്തെ അയക്കാനും ലബണനിലേക്ക് വ്യോമ ആക്രമണം നടത്താനും ഒക്കെയാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ. അമേരിക്ക അടക്കം ആരും അതിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുമില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇസ്രായേലിൻ്റെ ദൗർബല്യം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ആ യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായ പരാജയത്തിലൂടെ എല്ലാവരും എല്ലാം തിരിച്ചറിഞ്ഞു. ഇസ്രായേൽ വെറും ഊതി വീർപ്പിച്ച ബലൂണാണെന്ന്. ഒന്ന് സൂചി കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ടഫോ എന്ന് വീഴുന്ന ബലൂൺ. അത്രയേ ഉള്ളൂ ഇസ്രായേൽ. ആ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് തങ്ങളെ നിരന്തരം അലോസരപ്പെടുത്തുന്ന, തങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുകയാണ്. ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്രായേൽ നിറഞ്ഞു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലികൾക്ക് പേടി സ്വപ്നമാണ്. അയൺ ഡോം എന്ന ഇസ്രായേലിൻ്റെ പേര് കേട്ട മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളഞ്ഞത് ഹിസ്ബുള്ളയാണ്. 1-2 മിസൈലുകൾ കൊണ്ടാണ് അവർ അയൺ ഡോമിനെ തകർത്ത് കളഞ്ഞത്. ഒരുപാട് മിസൈലുകളൊന്നും അവർ ഉപയോഗിച്ചില്ല. മിസൈലുകൾ ഉപയോഗിച്ചു, അയൺ ഡോമിനെ തകർക്കാനുള്ള മിസൈലുകൾ ഉപയോഗിച്ചു, പക്ഷേ അല്ലാതെ ഒരുപാട് മിസൈലുകളൊന്നും അവർ ഉപയോഗിച്ചില്ല. ഇസ്രായേൽ ഈ വാർത്ത പൊളിറ്റിക്സ് കേരള പുറത്തുവിടുമ്പോഴും ഇസ്രായേൽ സൈന്യം വലിയ അങ്കലാപ്പിലാണ്. ഇസ്രായേൽ സൈന്യം പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലബണനിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നത്. മുമ്പ് അറബ് ലീഗിൻ്റെ കാലത്ത് ലബണൻ അടക്കമുള്ള, ഈജിപ്റ്റ് അടക്കമുള്ള ശക്തികൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പരാജയം എന്നതല്ല ഇസ്രായേലിൻ്റെ വിഷയം. ഇസ്രായേലിൻ്റെ വിഷയം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ വിഷയം അമേരിക്കയുടെ സാമന്ത രാജ്യമായി തുടരാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ വൻശക്തികളാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുള്ള മറുമരുന്നായാണ്, അതിനുള്ള പ്രതിമരുന്നായാണ് ലബണനെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ലബണനെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുമ്പോൾ അത് ഹിസ്ബുള്ളയെ ആക്രമിക്കലായി മാറുന്നു. ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പശ്ചിമേഷ്യയിലെ വൻശക്തിയായ ഇറാനെ ആക്രമിക്കലായി മാറിയിരിക്കുന്നു. ഗതികെട്ട് നാണം കെട്ട് നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിന് മുമ്പിൽ ഇസ്രായേൽ.